ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുത്ത് ഒരു 80% ഫ്രൈ ആക്കി എടുക്കാം. സ്പൈസി ചില്ലി പൗഡർ ആയതുകൊണ്ട് കളർ കുറവാണേ. ചിക്കൻ പീസെല്ലാം വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആ വറുത്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, വേപ്പില, ഒരു 3 സബോള ഇതെല്ലാം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലോണം ഫ്രൈ ആകട്ടെ. നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് ഒരുപാട് വാടുമൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ സബോള മൂപ്പിച്ചപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ഉപ്പിടണ്ട. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കപ്പിന് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആവിയെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റെഡി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.